അസ്സലാമു അലൈക്കും. റമദാൻ കരീം. ഇന്ന് നമ്മളൊരു സിമ്പിൾ ക്യാരറ്റ് പുഡിംഗ് ആട്ടോ ചെയ്യാൻ പോകുന്നത്. ക്യാരറ്റ് പുഡിംഗ് നിങ്ങളൊക്കെ എല്ലാവരും ചെയ്യുന്നതായിരിക്കും, പക്ഷേ ആ ഒരു രീതിയിലല്ല. ഇതാ കണ്ടോ, ഈ ഒരു രൂപത്തിൽ നല്ല സോഫ്റ്റാണ് കേട്ടോ നമ്മളെ പുഡിങ്. കട്ടിയൊന്നും ആയിപ്പോയില്ല, ഭയങ്കര ടേസ്റ്റാണിത്. അപ്പോൾ നമുക്ക് ഈ ഭയങ്കര സോഫ്റ്റായിട്ടുള്ള പുഡിങ് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം കേട്ടോ. നമ്മുടെ ക്യാരറ്റ് പുഡിങ്ങിന് വേണ്ടിയിട്ട് ഞാനൊരു 1.5 വലിയ ക്യാരറ്റ് എടുത്ത്, ഇത് വേവിക്കുന്നൊന്നുമില്ല, പിന്നെ ഇങ്ങനെ തന്നെ. അതുകൊണ്ട് ഞാൻ ചെറുതായി നമ്മളെ ഗ്രേറ്ററിൽ ഗ്രേറ്റ് ചെയ്തതാണ്. നല്ല ഫൈനായിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം. ഇത് വലിയ 1.5 ക്യാരറ്റ് ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ചെറിയ ക്യാരറ്റ് ആണെങ്കിൽ നിങ്ങൾ 2 എടുത്തോളി. 500 ml പാലിന് വേണ്ടിയിട്ടുള്ള ഇതൊന്ന് ഞാൻ നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുക്കട്ടെ, ചെറിയ ജാറിലിട്ടിട്ട്. അതേപോലെ ഞാനിതാ ഒരു 8 ഗ്രാം ചൈന ഗ്രാസ് കുറച്ച് വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ട്. ഇതും ഇവിടെ ഒരു 10-15 മിനിറ്റ് കുതിർത്തി വെച്ചാൽ ഇത് ഇവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് ഒരു 500 ml പാല്, അതായത് 2 കപ്പ് മിൽക്ക് ഒരു സോസ് പാനിൽ വെച്ചിട്ടുണ്ട്. ഒന്ന് തീ കത്തിച്ച് കൊടുക്കാം കേട്ടോ. അതോടൊപ്പം തന്നെ 8 ഗ്രാം ചൈന ഗ്രാസ് ഇല്ലയോ, അത് ഞാൻ ചെറിയ തീയിൽ മെൽറ്റ് ചെയ്യാൻ വെക്കട്ടെ. നമ്മൾ പാലൊക്കെ ഒന്ന് ചെറുതായി എല്ലാ ഭാഗത്തുനിന്നും തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ ചെറിയ തീയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് അധികം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/3 ഒരു കപ്പിൻ്റെ 1/3 പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് പിന്നെ പഞ്ചസാര നോക്കിയിട്ട് പിന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒന്ന് ഇതായിരുന്ന സമയത്ത് തന്നെ നമുക്ക് അതിലേക്ക് 1/2 കപ്പ് മിൽക്ക് മെയ്ഡൂടെ ചേർത്ത് കൊടുക്കാം. ഇത് ഒഴിവാക്കരുത് കേട്ടോ, വേറെ ഒന്നും ഇതിൽ ചേർക്കുന്നില്ല. അപ്പോൾ മിൽക്ക് മെയ്ഡ് നിങ്ങൾ ഒഴിവാക്കരുത്. മിൽക്ക് മെയ്ഡും പാലൊന്ന് നന്നായിട്ട് യോജിപ്പിക്കണേ, ഇല്ലെങ്കിൽ എന്താണെന്നറിയാം, മിൽക്ക് മെയ്ഡ് പെട്ടെന്ന് അടിയിൽ പോയിട്ട് പിടിച്ചു. ഇതൊക്കെ ചെറിയ തീയിലിട്ടിട്ട് ചെയ്യുകയും ചെയ്യാം. അതേപോലെ ഇടയ്ക്ക് നമ്മളെ ചൈന ഗ്രാസ് നിങ്ങളൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, ചെറിയ തീയിലിട്ടാൽ മതി. ഇനി നമുക്ക് നേരത്തെ അരച്ച് വെച്ച് ക്യാരറ്റില്ലേ കണ്ടോ, നല്ല ഫൈൻ പേസ്റ്റ് ആട്ടോ, ഒന്നും ലംസ് ഒന്നും ഇല്ലാത്ത നല്ല മിക്സിയിൽ ചെറിയ ജാറിലിട്ട് നന്നായി അരച്ചെടുത്താണ് ഇത് നമ്മൾ ചേർത്ത് കൊടുക്കുക. അതൊരു കപ്പോളുണ്ട് കേട്ടോ അരച്ചെടുത്തിട്ട്. ഇത് നമ്മൾ ഇതിലേക്ക് കുറേശ്ശായി ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു കളറായി കിട്ടും. അത് ചേർത്തിട്ട് 1 മിനിറ്റ് ഒന്ന് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം. അധികം വേവിക്കേണ്ട, വേവിച്ചാൽ കളറൊക്കെ മാറിപ്പോകും. നല്ലൊരു കളറായിരിക്കും ഈ പുഡിങ്ങിനും. ആയിട്ടോ, ഇത് അധികം വെന്തുകൊണ്ട് നമ്മളെ നല്ലൊരു ഓറഞ്ച് കളർ അതൊക്കെ നഷ്ടപ്പെട്ടു. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/4 കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കുക. അത് ഓപ്ഷണലാണ്. ഇത് ചേർത്താൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നമ്മൾ ഈ പുഡിങ് കഴിക്കുമ്പോൾ തേങ്ങേൻ്റെ ഒരു കടി എടുക്ക് വരുന്നത് ഇല്ലെങ്കിലും ഒരു കുഴപ്പമൊന്നുമില്ല, പക്ഷേ ചേർത്താൽ നല്ലത്. ഇതുകൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കേ. ഇത് ഇവിടെ റെഡിയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മളെ ചൈന ഗ്രാസ് ഇവിടെ നന്നായി മെൽറ്റായിട്ടുണ്ട്. അത് നമുക്കൊരു അരിപ്പയിലൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതാ അതും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു മിനിറ്റോളം നമുക്ക് ഒന്ന് യോജിപ്പിച്ചെടുക്കാം. തിളക്കിയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ചൈന ഗ്രാസ് ആ ചൂടിലൊന്ന് ഇതിലേക്ക് ചേരട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളെ പുഡിങ് ഇവിടെ റെഡി ആട്ടോ. ഇതാ അതിൻ്റെ മിക്സ് ഇവിടെ റെഡിയാണ്. എത്ര സിമ്പിളാണ് കണ്ടോ. നമുക്ക് വളരെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന ചുരുങ്ങിയ സാധനം കൊണ്ട് നമുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് തീ ഓഫ് ചെയ്തിട്ട് ഒന്ന് ചൂടാറിയിട്ടൊരു ബൗളിലേക്ക് മാറ്റേ. ഇനി നമുക്ക് ഇതാ ഇതുപോലത്തെ ഒരു ബൗളിലേക്ക് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കണ്ടല്ലോ, നല്ല ഓറഞ്ച് പുഡിംഗ് ആണ്. ഇതിനി നമുക്ക് ഒന്ന് നന്നായി ചൂട് തന്നിട്ട് ഫ്രിഡ്ജിൽ താഴെ വെച്ചിട്ട് ഒരു 3-4 മണിക്കൂർ സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇതിൽ നിങ്ങൾക്ക് പഞ്ചസാര നിങ്ങളെ അളവിന് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യട്ടോ. ഇപ്പോൾ ഒരു മീഡിയം മധുരം ഉണ്ടാവുള്ളൂ. ഞാനൊരു 5-6 ടേബിൾ സ്പൂണിൻ്റെ അടുത്താണ് ചേർത്തിയത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ലാസ്റ്റ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അടുപ്പത്ത് നിന്ന് ഇറക്കുന്നതിൻ്റെ മുമ്പ് ഇതാ നമ്മുടെ പുഡിംഗ് ഒക്കെ നന്നായി സെറ്റായിട്ട് കേട്ടോ. ഇതാ നല്ലൊരു പുഡിങ് കേട്ടോ. ഇങ്ങനൊരു സെറ്റായാൽ മതി. ചൈന ഗ്രാസ് ഇത് കൂടുതൽ ചേർത്ത് വരുത് കേട്ടോ, അപ്പോൾ ഒരു ഭംഗി. ഇനി നമുക്കിതാ ഞാൻ കുറച്ച് പിസ്തൻ്റെ പൗഡർ ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുകയാണേ. ഇത് നിങ്ങൾക്ക് ഒരു നിർബന്ധവും ഇല്ല കേട്ടോ പിസ്തൻ്റെ പൗഡർ ഇട്ട് കൊടുക്കണമെന്നൊന്നും. അല്ലെങ്കിൽ നിങ്ങൾക്ക്
വേറെ ഏത് നട്ട്സ് ആണെങ്കിലും ഇട്ട് കൊടുക്കാൻ, ഇട്ട് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. അതേപോലെ നിങ്ങളടുത്ത് നട്ട്സ് ഒന്നും ഇല്ലെങ്കിൽ ഇത്തിരി തേങ്ങയും പഞ്ചസാരയും വറുത്തിട്ട് ഇതിൻ്റെ മേലിട്ടാലും മതി. ഓക്കെ, ഇത്രയേ ഉള്ളൂ കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതുവരെയൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് എന്നെ ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കുക കേട്ടോ. ലൈക്ക് ചെയ്യണേ. നല്ല നിങ്ങൾക്ക് ഫങ്ഷനിലൊക്കെ വെക്കാൻ പറ്റിയൊരു അടിപൊളി പുഡിങ്ങാണ്. ഓക്കെ, താങ്ക് യു.